ഈ ഒരേ കടൽ സിനിമ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. മമ്മൂട്ടിയും മീര ജാസ്മിനും എങ്ങനെയാണ് നാഥനും ദീപ്തിയുമായി ഇത്ര ആഴത്തിൽ അഭിനയിച്ചതെന്ന് സത്യമായും എനിക്കത് മനസ്സിലാകുന്നില്ല. മമ്മൂട്ടിയെ ഒരിക്കലും മറ്റൊരു സിനിമയിലും നായിക കഥാപാത്രത്തോടൊപ്പം ഇത്ര ലയിച്ച് അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ പതിവ് പോലെ വീണ്ടും ഓർത്തു. സിനിമയിലെ വ്യത്യസ്ത മനുഷ്യന്മാരായ നാഥനും ദീപ്തിയുമായി മാറാൻ പറ്റുന്ന വിധത്തിൽ ഇത്രയ്ക്ക് കെമിസ്ട്രി ഈ മമ്മൂക്കയ്ക്കും മീര ജാസ്മിനും എവിടുന്ന് വന്നെന്ന്. തന്നേക്കാൾ മിനിമം 30 വയസ്സെങ്കിലും കുറവുള്ള ഒരു പെൺകുട്ടിക്കൊപ്പമാണ് മമ്മൂക്ക അതിൽ അഭിനയിച്ചത്. തന്നേക്കാൾ 30 വയസ്സെങ്കിലും കൂടുതലുള്ള ഒരാൾക്കൊപ്പമാണ് മീര ജാസ്മിനും അതിൽ അഭിനയിച്ചത്. ആ പ്രായത്തെയൊക്കെ ഭേദിച്ചുകൊണ്ട് കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള മനോഭാവങ്ങളിൽ മുഴുകി അത് ശരീരഭാഷയിലൂടെ, കണ്ണുകളിലൂടെ, ശ്വാസത്തിലൂടെയൊക്കെ സ്ക്രീനിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും നിസ്സാരമല്ല. ഞാൻ സത്യസന്ധമായി ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഒരേ കടൽ സിനിമ കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു. ഒരു ടൈം ട്രാവൽ മെഷീൻ ലഭിക്കുകയാണെങ്കിൽ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്ന ലൊക്കേഷൻ വരെയൊന്ന് പോകണമെന്ന്. എന്നിട്ട് എനിക്ക് നേരിൽ കണ്ടറിയണം മമ്മൂട്ടിയുടെയും മീര ജാസ്മിൻ്റെയും ഇത്രയ്ക്ക് ഗംഭീരമായ ആ അഭിനയം എങ്ങനെ സംഭവിച്ചുവെന്ന്. I find myself unable to suppress my curiosity.